ഹായ്, ഞാൻ അരുൺ. നമ്മൾ പ്രൈമവേറ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പഠിച്ചു. ഞാൻ അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ എന്തിന് പ്രൈമവേറ ഡൗൺലോഡും ഇൻസ്റ്റാളേഷനും അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. രണ്ട്, കമ്പനീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേസ് ഓക്കെ, നമുക്കത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാം. ഓക്കെ. ബട്ട് കമ്പനീസിൻ്റെ കേസിൽ അപ്പോൾ ഒരു ചോദ്യം വരും, കമ്പനീസിൽ ഇത് ഓൾറെഡി ഉണ്ടാവില്ലേ? ചില കമ്പനീസിൽ ഉണ്ടാവും, ചില കമ്പനീസിൽ ഉണ്ടാവില്ല. വലിയ വലിയ പ്രൊജക്ട്സിൽ അല്ലെങ്കിൽ വലിയ കമ്പനീസിൽ ഉണ്ടാവും. പ്രൈമവേറ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അതിനൊരു IT സപ്പോർട്ടിങ് ടീം ഉണ്ടാവും. നമുക്കതിന് ഫുൾ സപ്പോർട്ട് കിട്ടും. P6-ന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും നമുക്ക് സപ്പോർട്ട് കിട്ടും. ബട്ട് ചില കമ്പനീസിൽ ഇതുണ്ടാവില്ല. നമ്മൾ അവിടെ ജോയിൻ ചെയ്യുന്നു, അവർ നമുക്കൊരു കമ്പ്യൂട്ടർ തരുന്നു, അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെസ്ക്ടോപ്പ് വല്ലതും ഇടുന്നു. അവിടെ സോഫ്റ്റ്വെയർ ഉണ്ടാകാതിരിക്കാം. ഇപ്പോൾ ഉണ്ടാകാതിരിക്കാം എന്ന ചാൻസ് ആണെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സോ മേ ബി അവർക്ക് IT സപ്പോർട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരോ മറ്റോ കാണില്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്തേ പറ്റൂ. നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. എങ്കിലും നമുക്കറിയാം എന്നുണ്ടെങ്കിൽ അതൊരു ആഡഡ് ഒരു ഇംപ്രഷനാണ്. നമുക്കറിയാം അങ്ങനൊരു കാര്യം. സോ ആ ടൈമിൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. സോ മെയിനായിട്ട് അതാണ്. നമുക്കതിൻ്റെ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് തന്നെ സ്വയമായിട്ട് ചെയ്യാം. പിന്നെ ഈ ഡൗൺലോഡ് ചെയ്യുന്ന കേസിൽ ഒറക്കിളിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ അവർ മാറിക്കൊണ്ടിരിക്കും ഓരോ ടൈമിൽ. നമ്മളൊരു വീഡിയോ കാണുന്ന ഒരു ഡിസൈൻ ആയിരിക്കില്ല നമ്മൾ ചിലപ്പം ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ടൈമിലെ ഡിസൈൻ. എങ്കിലും ഡൗൺലോഡിങ് പ്രോസസ്സ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അവർ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നു, സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യുന്നു, അതിൻ്റെ ഒരു വേർഷൻ, ലേറ്റസ്റ്റ് വേർഷൻ സെലക്ട് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. ലേറ്റസ്റ്റ് വേർഷൻ വരുന്ന ടൈമിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നറിയാം. ഇപ്പോൾ ഈ ഒരു കോഴ്സിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന വേർഷൻ നിങ്ങൾക്ക് ഏത് വേർഷനിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പഠിക്കാം. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന വേർഷൻ ട്രയൽ വേർഷനാണ്. ലീഗലി അതിന് 1 മന്തോ മറ്റോ ആണ് അതിന് വാലിഡിറ്റി. അത് കഴിഞ്ഞ് യൂസ് ചെയ്യാൻ എക്സ്പയർ ആവില്ല. ബട്ട് ലീഗലി നമുക്ക് 1 മാസത്തെ മറ്റോ ടൈമേ ഉള്ളൂ. ലൈസൻസ് വേർഷൻ കമ്പനീസ് മേടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രൈമവേറ വേർഷൻ 20 എന്നൊരു വേർഷൻ ഇറങ്ങുകയാണെങ്കിൽ ആ വേർഷന് കുറേ ബഗ്സ് കാണും, എന്തെങ്കിലും ഇഷ്യൂസ്. അവരത് പരിഹരിച്ചിട്ട് ഇപ്പോൾ 20.1 അല്ലെങ്കിൽ 20.1.1 അങ്ങനെ ഇറക്കും. അപ്പോൾ അത് നമുക്ക് ഫ്രീ വേർഷനിൽ കിട്ടില്ല. നമ്മളത് പർച്ചേസ് ചെയ്താൽ മാത്രമേ അങ്ങനത്തെ വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ. പിന്നെ അതേപോലെ സപ്പോർട്ട്, ലൈസൻസ് മേടിക്കുന്ന ടൈമിൽ നമുക്ക് P6-ൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ കസ്റ്റമർ കെയറിലോ മറ്റോ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ലൈസൻസ് വേർഷൻ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുക. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ. പ്രൈമവേറ ഡൗൺലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും അറിഞ്ഞിരിക്കുക. അത് നമുക്ക് എപ്പോഴും പ്രയോജനപ്പെടും. ഓക്കെ, ശരി, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ.